കല്യാണ ഷോപ്പിംഗിനെ അനുഭൂതിയാക്കൂ മഹാറാണി സിൽക്സിലൂടെ. മഹാറാണി സിൽക്സ്, കൽപ്പറ്റ, നിലമ്പൂർ. വഴിക്കടവ് പൂവത്തിപ്പൊയിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി റബ്ബർ മരങ്ങൾ നശിപ്പിച്ചു. പൂവത്തിപ്പൊയിൽ ഡീസന്റ് കുന്നിലെ പുല്ലാംതൊടി അബ്ദുൾ ജലീൽ, എരഞ്ഞിയിൽ അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ തോട്ടത്തിലെ റബ്ബർ മരങ്ങളാണ് വ്യാപകമായി നശിപ്പിച്ചത്. നിരന്തരമുള്ള കാട്ടാന ശല്യം മൂലം തോട്ടത്തിലെ ഏറിയ ഭാഗവും ഇതിനോടകം നശിപ്പിച്ചിട്ടുണ്ട്. ഇത് ഡീസന്റ് കുന്ന്, വൈക്കടവ് ഡീസന്റ് കുന്ന് അറിയും പൂവത്തിപ്പോയ ഏരിയയാണ്. ഇവിടെ ആഴ്ചകളായിട്ട് ദിവസം കാട്ടാന കയറി നമ്മളെ 2-3 ഏക്കർ റബ്ബർ കൃഷി നശിക്കുക. ദിവസം 10-15 തൈകൾ നശിപ്പിച്ച് കണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾ കർഷകരായ ഞങ്ങൾക്കൊരു രക്ഷയില്ല. അതുകൊണ്ട് ഇതിന് ശാസ്ത്രമായ ഒരു പരിഹാരം കാണണമെന്ന്. റബ്ബർ കൃഷിയാണോ അത് ഫുള്ളായിട്ട് റബ്ബറാണ്. അതിന്റെ അടുത്ത് വാഴകൃഷി, അങ്ങനെ വാഴകൃഷിയൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. ഈ ആനശല്യം കൊണ്ട് ഞങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് റബ്ബർക്ക് തിരിഞ്ഞാണ്. അപ്പൊ അതിലും ഞങ്ങൾക്കൊരു രക്ഷയില്ല. നിരന്തരമുള്ള കാട്ടാന ശല്യം മൂലം തോട്ടത്തിലെ ഏറിയ ഭാഗവും ഇതിനോടകം നശിപ്പിച്ചിട്ടുണ്ട്. നേരത്തെ വാഴകൃഷി ചെയ്തിരുന്ന കർഷകർ കാട്ടാന ശല്യം കാരണമാണ് ദീർഘകാല വിള കൃഷിയിലേക്ക് തിരിഞ്ഞത്. 4 വർഷം മുൻപ് വരെ റബ്ബർ കൃഷിയിലേക്ക് ആനകൾ ഇറങ്ങാറില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ റബ്ബർ മരങ്ങളുടെ തൊലി ഭക്ഷിക്കുന്നിടം വരെ എത്തി കാര്യങ്ങൾ. കാട്ടാന ശല്യം ചെറുക്കാൻ വനാതിർത്തിയിൽ സ്ഥാപിച്ച ഫെൻസിംഗ് തകരാറിലായതും ട്രെഞ്ചുകൾ വശങ്ങൾ ഇടിഞ്ഞതുമാണ് കാട്ടാനകൾ കൂട്ടത്തോടെ കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കാൻ കാരണമെന്ന് കർഷകർ പറയുന്നു. കാട്ടാന ശല്യം ഫലപ്രദമായി ചെറുക്കണമെങ്കിൽ ആനമറി മുതൽ തെക്കേ പാലാട് വരെയുള്ള നെല്ലിക്കുത്ത് വനാതിർത്തിയിൽ ആസാം മാതൃകയിൽ ഫെൻസിംഗോ കരിങ്കൽ മതിലോ നിർമ്മിക്കണമെന്നാണ് കർഷകർ പറയുന്നത്. തത്സമയ നോട്ടിഫിക്കേഷനായി മലാല ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.